LDFിന്റെ വികസന മുന്നേറ്റ ജാഥകൾ പുരോഗമിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിലാണ് പര്യടനം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തെക്കൻ മേഖലാ ജാഥ ഇന്നും കൊല്ലം ജില്ലയിൽ. ജോസ് കെ മാണി MP നയിക്കുന്ന മധ്യമേഖലാ ജാഥ ഇടുക്കി ജില്ലയിലും പര്യടനം തുടരുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ, പറയൂ. SKN വലിയ ജനപങ്കാളിത്തം കൊണ്ട് അതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDFിന്റെ വികസന മുന്നേറ്റ ജാഥ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് CPMന്റെയും LDFിന്റെയും നേതാക്കളൊക്കെ ഒന്നടങ്കം പറയുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ തെക്കൻ മേഖലാ ജാഥ അത് കൊല്ലം ജില്ലയിൽ തുടരുകയാണ്. വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും. വടക്കൻ മേഖലാ ജാഥ അത് മലപ്പുറം ജില്ലയിലും തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് മധ്യ കേരള ജാഥ അത് ഇടുക്കിയിൽ ജോസ് കെ മാണി MP നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ അത് ഇടുക്കിയിൽ തുടരുകയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വിവിധ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അതായത് ഭൂപ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഇന്നലെയാണ് ജോസ് കെ മാണി MP നയിക്കുന്ന ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചത്. ഇന്ന് രാവിലെ 8:30 സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ജോസ് കെ മാണി MP. അതിനുശേഷം അടിമാലിയിലാണ് ഈ ജാഥയ്ക്ക് തുടക്കമാവുക. അതിനുശേഷം ഇടുക്കി മണ്ഡലം, അത് കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ തൊടുപുഴയാണ് ഈ ജോസ് കെ മാണി MP നയിക്കുന്ന യാത്ര ഏറെയും ശ്രദ്ധയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്നത്. കാരണം PJ ജോസഫിന്റെ തട്ടകമാണ്. അവിടെ ഏത് തരത്തിലുള്ള പ്രസംഗമായിരിക്കും, ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ജോസ് കെ മാണി MPക്കെതിരെ മണി സി കാപ്പൻ MLA നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതൊക്കെ കൃത്യമായ മറുപടികളിലൂടെ തന്നെയായിരിക്കും പോവുക എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വലിയ ജനപങ്കാളിത്തമുണ്ട്. അത് വലിയ തരത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി LDFന് മാറുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.